അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് രാവിലെ ഈസഹാക്കിനെ വിട്ടിട്ട് അവൻ ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാനത് കുറച്ച് ദൂരം കൊണ്ടുപോയി കൊടുക്കാം. അവരുടെ പപ്പ വന്ന് എടുത്തുകൊണ്ട് പോകും. ഞാൻ ഇന്നലെ കോന്നി പോയിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാനൊരു വലിയ വിശേഷമൊന്നുമില്ല, ഇച്ചിരി ഭാഗം പിടിച്ചത് ഞാനിതാട്ടോ. എല്ലാവരും കാണണേ. അപ്പോൾ ശരി. രാവിലെ എഴുന്നേറ്റ് പാടെ കോലത്തി ഇരിക്കുക, ചായ പോലും കുടിച്ചില്ല, പാലില്ലായിരുന്നു. അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. ഇത് ഞാൻ ജനിച്ച് വളർന്ന, ഞാൻ 13 വയസ്സ് തൊട്ട് ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ ബന്ധത്തിൽ ഒരാൾ മരിച്ചുപോയി. എൻ്റെ വല്യപ്പൻ മരിച്ചുപോയി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അധികം കല്യാണം കഴിഞ്ഞ് വന്നിട്ടേ ഇല്ല. ഇന്നലെ പോയി വന്നതിന് ശേഷം പറഞ്ഞ് ഇനി മേലെ അവിടെ എന്ത് നടന്നാലും ഞാൻ വരില്ല, നീ പോയിക്കോ, ഞാൻ വരില്ല, അങ്ങനെ പറഞ്ഞു. അത്രയ്ക്ക് ആൾക്ക് മടുത്തു പോയി. പക്ഷേ ഞാൻ ജീവിച്ചതല്ലേ, എൻ്റെ 10 വർഷം മുന്നേ വരെയും ഞാൻ ജീവിച്ച എൻ്റെ നാട്. ആ 13 വയസ്സിന് മുന്നേ ഞാൻ ജീവിച്ചതോ ഇത്രയും മനുഷ്യർ പോലും ഇല്ലാത്ത, ഒരു മനുഷ്യവാസം ഇല്ലാത്ത ഒരു കാട്ടിനകത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇന്ന് അവിടെ ആനകളും കടുവയും പുലിയും ഒക്കെയാണ് ഉള്ളത്. ഞങ്ങൾ താമസിച്ചിരുന്നിടത്ത് ആ 13 വയസ്സ് വരെ എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിന് ശേഷം വന്നതും വലിയ വ്യത്യാസമില്ലാത്ത ഇവിടേക്ക് തന്നെയാണ്. പക്ഷേ ഒരുപാട് മനുഷ്യരെയൊക്കെ എനിക്ക് കാണാൻ പറ്റിയായിരുന്നു. പിന്നെ അപ്പോൾ പുള്ളിക്കാരൻ മല കയറുന്നിടം വരെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ ഇത്തിരി കരയുകയൊക്കെ ചെയ്തു. അതൊക്കെ നമ്മുടെ ലൈഫിലുള്ളതാണല്ലോ. നമ്മളതൊക്കെ സഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. കാരണം ഒരു ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഇട്ടെറിഞ്ഞ് പോകാനാണെങ്കിൽ അതിനേ ഉണ്ടാവുള്ളൂ. എല്ലാവരും സെപ്പറേറ്റഡ് ആവുക അങ്ങനെയൊന്നും പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോലെ തന്നെയാണ് 2 പേര് ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അതൊന്നും പറയാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ആൾ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ മാത്രമായിരിക്കുന്ന അവസരങ്ങളിൽ അവരുടെ കംഫർട്ട് ലെവലിൽ. പക്ഷേ ബുദ്ധിമുട്ടുകളിൽ ആരും നമ്മുടെ കൂടെ നിൽക്കില്ല. ഇതൊക്കെ ഞാൻ ജീവിച്ച് വളർന്ന ഇതേപോലുള്ള ലയങ്ങൾ. ഇതെൻ്റെ ലയങ്ങളല്ല, ഇതേപോലുള്ള ഒരു വീട്ടിലാണ്. എൻ്റെ ലയം അങ്ങ് ദൂരെ പോകണം. അപ്പോൾ ഓരോ ഡിവിഷനുകളാണ്. ഇത് വേറൊരു ഡിവിഷൻ. എൻ്റെ പള്ളി, എൻ്റെ മാമോദീസയും എൻ്റെ കുർബാനയും എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നൊരു പള്ളി. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ അടക്കിയേക്കുന്ന അവിടെ. എൻ്റെ അമ്മയുണ്ട്. എൻ്റെ അമ്മ ഇന്നലെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇനി ഇലക്ഷൻ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, എന്നെ അറിയുന്ന കുറച്ച് പേരില്ലേ, അവരെയൊക്കെ കാണിച്ചു തരികയാണ് ഞാൻ എൻ്റെ ജീവിതം. ഇത് ഞാൻ ഞായറാഴ്ച മോനെയും കൂട്ടി കുടുംബശ്രീക്ക് പോയി. ഇപ്പോൾ എൻ്റെ സ്വത്താണ്, എൻ്റെ കൂട്ടാണ് അവൻ. അപ്പോൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ സ്ഥലം, എൻ്റെ വീട്, ഈ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഈ നിമിഷം വരെയും സ്വന്തമില്ലാത്ത ഒരമ്മയും മകളും. പക്ഷേ ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ സ്ഥലം, ഈ വീട് എനിക്ക് കൊട്ടാരമാണ് കേട്ടോ. ഇത് വലിയ വീടല്ലെങ്കിലും എന്നെ സംബന്ധിച്ചത് എനിക്ക് വലിയ കൊട്ടാരം തന്നെയാണ്. ഒരു ചെടി വെക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത എൻ്റെ വീടും സ്ഥലവും ഞാൻ ഈ കാണിച്ചു തരുന്നത് എനിക്കൊരു അത്ഭുതം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം അവിടെ നിന്ന് ഇവിടെ വരാൻ എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്, എൻ്റെ അമ്മ പ്ലാൻ ചെയ്തതൊന്നുമല്ല. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ അമ്മയെ അതിലൊത്തിരി, എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി എടുത്തിടാമെന്ന് കരുതി. നമ്മുടെ ചാമ്പ പൂത്ത് നിൽക്കുന്ന കണ്ടോ, നിറയെ ചാമ്പയ്ക്കുണ്ട്. ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. സപ്പോട്ടയും റംബൂട്ടാനും എല്ലാം ഉണ്ട്. പക്ഷേ റംബൂട്ടാൻ ഈ പ്രാവശ്യം പിടിച്ചിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ശരി, എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കേട്ടോ. ഒരുപാട് സ്നേഹം എല്ലാവരോടും. എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരോടും. നന്ദി, സ്നേഹവും കേട്ടോ.